എല്ലാവർക്കും നമസ്കാരം. സി ജനറൽ PSC ചാനലിന്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ടല്ല. +2 യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന നമ്മുടെ യൂണിഫോം തസ്തികകളെ കുറിച്ച് നിങ്ങളിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, സാറേ ഈ CPO വിമൻ CPOയ്ക്ക് പഴയ പോലെ ഒരു പ്രസക്തി ഇല്ലല്ലോ, അത് പഠിച്ചാൽ ജോലി കിട്ടുമോ, എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് ജോലി കിട്ടുന്നത്, പഴയതുപോലെ ആൾക്കാരെല്ലാവരും പോലീസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നില്ലല്ലോ എന്നുൾപ്പെടെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ളത്. സോ ആ സംശയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഏതാ? CPO വിമൻ CPO പരീക്ഷകൾ തന്നെയാണ്. അത് നമുക്കറിയാം. അത് ഓരോ ബറ്റാലിയൻ അനുസരിച്ചാണ് നമുക്ക് വിജ്ഞാപനങ്ങൾ വരുന്നതും നമ്മൾ പരീക്ഷ എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വിമൻ തസ്തികകളാണ്. പിന്നെ മൂന്നാമത്തത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷകളാണ്. അപ്പൊ ഈ 3 തസ്തികകൾക്കും നമുക്ക് പെൺകുട്ടികൾക്കും എഴുതാം, ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. നിയമനങ്ങൾ നടക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. 2 പ്രത്യേകമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ടതെന്നറിയോ, ഈ പരീക്ഷകൾക്ക് പഴയതുപോലുള്ള ഒരു പോപ്പുലാരിറ്റി എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് നല്ല രീതിയിൽ കയറിപ്പോകുന്നുണ്ട്. അതാണ് പ്രത്യേകത. പഴയതുപോലല്ല. പണ്ട് നമ്മൾ പോലീസിന്റെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ലിസ്റ്റ് വരുമായിരുന്നു. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ലിസ്റ്റിലെ പെട്ടെന്ന് നമുക്ക് ജോലിയും കിട്ടും. സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നിയമനം കിട്ടുമായിരുന്നു. അത് പഴയതുപോലുള്ള ഒരു അഡ്വൈസ് നില ഇപ്പോൾ ഇല്ല. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ എടുക്കുമായിരുന്നു. ഇപ്പൊ അത്രയും ഇല്ല. പഴയതുപോലെ ഉള്ള ആൾക്കാരുടെ എടുപ്പ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലെ കട്ട് ഓഫ് ഉയരുന്നത്. അതായത് ഒരു 500 പേരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ ഒരു ലിസ്റ്റ് ആയിരിക്കും അവർ ഇടുന്നത്. അപ്പൊ ആ ചെറിയ ലിസ്റ്റിനകത്ത് നമ്മളെ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് വാങ്ങിക്കണം. അപ്പൊ നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ വരാൻ സാധിക്കത്തുള്ളൂ. ഈ പരീക്ഷകളെല്ലാം തന്നെ ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അതായത് പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി നിർത്തി നിങ്ങൾ ഒരു പരീക്ഷ മാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പിലെ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിലെ ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്താണ് നിങ്ങളുടെ പേര് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അത് തന്നെയാണ് തസ്തികയുടെ മറ്റൊരു പ്രത്യേകത. പഴയതുപോലെ ഒരുപാട് താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പൊ നിങ്ങളുടെ മുമ്പില് ഈ പറയുന്ന പരീക്ഷകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. കുറച്ചൊക്കെ വന്നും കഴിഞ്ഞു. ഇപ്പൊ CPO വിമൻ CPO CPO ഒക്കെ വരാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പൊ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന CPO വിമൻ CPO അതേപോലെ ഫയർ അതേപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ഇത്തരം പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം തയ്യാറെടുക്കുവാൻ. സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് കയ്യിൽ വെക്കണം. നിങ്ങളിപ്പോ CPO പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ആ CPO പരീക്ഷയുടെ സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കണം, പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കണം. എന്നിട്ട് അതിനകത്തെ ഓരോ ടോപ്പിക്കുകൾ കാലാനുസൃതമായിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. ആ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 2021 മുതൽ 2025 വരെ നടന്നുപോയ PSC പരീക്ഷകളിലെ മുഴുവൻ ചോദ്യപേപ്പറും ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 2021 മാറ്റങ്ങൾ തുടങ്ങിയത്. അപ്പൊ 2021 മുതൽ 2025 വരെയുള്ള മുഴുവൻ +2 ലെവൽ പ്രിലിംസ്, അന്നൊക്കെ പ്രിലിംസ് മെയിൻസും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ചോദ്യപേപ്പർ എടുത്തു വെച്ചിട്ട് ഏതൊക്കെ മേഖലകളിലാണ് അധ്യാപകർ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ വളരെ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ
നല്ല മാർക്ക് അടിക്കാൻ പറ്റും. ഇപ്പൊ പോലീസ് പരീക്ഷയില് നിങ്ങളൊരു 70 മാർക്ക് 75 മാർക്ക് അടിച്ചു എങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് വരികയും ചെയ്യും, ഉറപ്പായിട്ട് നിയമനം കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സിലബസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ 2021 മുതൽ 2025 വരെയുള്ള എല്ലാ മുൻവർഷ ചോദ്യങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലകൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കുവാൻ. ഈ ഒരു പ്രിപ്പറേഷന്റെ കാലയളവില് നിങ്ങളെ പിറകോട്ട് വലിക്കാൻ 1000 നാവുകളും 1000 കരങ്ങളും ഉണ്ടാകും. ഈവൻ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരും. പോലീസിന് പഠിക്കണ്ട, എക്സൈസിന് പഠിക്കണ്ട, ഫയറിന് പഠിക്കണ്ട, നിയമനമില്ല, നിയമനം കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. പക്ഷെ ആ വരുന്നവരെല്ലാവരും സ്വാഭാവികമായിട്ടും അവന്മാരെല്ലാവരും ഇത് പഠിക്കുന്നുണ്ടാവും. എന്തായാലും വീഡിയോ വന്ന് കമന്റ് ചെയ്യണമെങ്കിൽ PSCയുമായി ടച്ച് ഉള്ളവനല്ലേ. PSCയുമായി ടച്ച് ഉള്ളവൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവനായിരിക്കുമല്ലോ. നിങ്ങൾ ആ ഒരു കോമൺ സെൻസിൽ ആലോചിക്കുക. അപ്പോൾ ഒരു 100 പേര് എഴുതുന്ന ഒരു പരീക്ഷയിൽ ഞാനൊരു നെഗറ്റീവ് പറയുവാണെങ്കിൽ ഒരു 90 പേരങ്ങ് മാറി നിൽക്കുവാണെങ്കിൽ എനിക്ക് പിന്നെ 10 പേരുടെ കൂടെ ഇടിച്ചു നിന്നാൽ പോരെ. അതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവിടെ വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആദ്യം സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കുക. ആ സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കണം. എന്നിട്ട് ടോപ്പിക് വൈസ് ക്ലാസ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടണം. ഓരോ ദിവസവും അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകൾ കിട്ടണം. ആഴ്ചകളിലെ ഓരോ നിങ്ങൾ കഴിഞ്ഞു പോയ ആ ആഴ്ചകളിൽ പഠിച്ചു പോയ ടോപ്പിക്കുകളുടെ റിവിഷൻ എക്സാമുകൾ ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അതേപോലെ മാസാവസാനം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരു OMR പരീക്ഷ എഴുതുവാൻ സാധിക്കണം. ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ സാധ്യതകളുമുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് കണ്ടെത്തി അതിനോടൊപ്പം ചേർന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ എഫോർട്ട് കുറവായിരിക്കും. അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10-10 വരണോടാ. സ്വാഭാവികമാണ്, അവിടെ നിയമനങ്ങൾ കുറവാ. ഒരു ആൾക്കെങ്കിലും നിയമനം ഇല്ല എങ്കിൽ ആ ലിസ്റ്റ് വിളിക്കത്തില്ല. എല്ലാ വർഷവും വിളിക്കും. ലിസ്റ്റിന്റെ കാലാവധി ആകെ 1 വർഷമുള്ളൂ. അതിനിടയിൽ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഡിസംബർ 20 നമ്മൾ എഴുതാൻ പോകുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കൂടി ഇത്തവണ വന്നിട്ടുണ്ട്. അത് 3 വർഷം കൂടുമ്പോഴാണ് വിളിക്കുന്നത്. ഇത്തവണ നമ്മൾ വലിയ അവസരങ്ങളാണ് 2025 അവസാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇപ്പം ഡിഗ്രി ലെവൽ ആണെങ്കിലും 10th ലെവൽ ആണെങ്കിലും +2 എല്ലാവർക്കും വലിയ അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. വലിയ ആത്മാർത്ഥതയോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളെ പിറകോട്ട് വലിക്കുമ്പോൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാൻ നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ 2026 2027 കളർഫുൾ ആവും. അതല്ല നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് പോലെ അന്നാ പഠിക്കണ്ട എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ നിങ്ങളുടെ ഇച്ഛാശക്തി എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 2027 കൂടി സർവീസിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് ആ സിലബസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യം എഴുതുന്ന പരീക്ഷ ചില പരാജയപ്പെട്ടേക്കാം. അങ്ങനെ ഒരു പരീക്ഷ മാത്രം എഴുതി വിജയിച്ചവരൊന്നും അല്ല ഇന്ന് സർവീസ് ഇരിക്കുന്നവര്. ഒരുപാട് പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് അവസാനമാണ് എല്ലാവരും വിജയത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു കാലയളവില് അവരെ പുറകോട്ട് വലിക്കാൻ 1000 പേരുണ്ടായിരുന്നു. പക്ഷേ അവര് മൈൻഡ് ചെയ്യാതെ അവരുടെ ലക്ഷ്യം മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് അവര് മുമ്പോട്ട് നടന്നു നീങ്ങിയത് കൊണ്ടാണ് ഇന്ന് അവര് പോലീസായിട്ടും എക്സൈസ് ഓഫീസറായിട്ടും അതേപോലെ ഫയറിലും ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. വലിയ അവസരങ്ങളാണ് 2025 അവസാനത്തോടു കൂടി കാക്കി അണിയുക എന്നുള്ള വലിയൊരു മോഹം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ 2026 കൂടി സാധിക്കും. സോ അത്തരത്തില് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, അതായത് സിലബസിന്റെ ഹാർഡ് കോപ്പി കയ്യിൽ വെക്കുമ്പോൾ അതിലെ ഓരോ ടോപ്പിക്കുകൾക്കനുസരിച്ച് ലൈവ് ക്ലാസ്സുകളും അതേപോലെ SCERT NCERT പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഏറ്റവും പുതിയ രീതിയിൽ
നമ്മുടെ ആപ്പിനകത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചകളിലും ലൈവ് ക്ലാസ്സുകളും അതിന്റെ മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും അതേപോലെ ഏറ്റവും അവസാനം OMR പരീക്ഷകളും ഒക്കെ എഴുതി നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് CC-യിലെ ഈ യൂണിഫോം തസ്തികകൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ വലിയ പ്രാധാന്യമാണ്. അത്തരത്തിലെ പുതിയ പുതിയ ബാച്ചുകൾ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടക്കം മുതൽ പഠിച്ചുകൊണ്ട്, ഏറ്റവും തുടക്കം മുതൽ പഠിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി നേടണം, നേടിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു യാത്രയിൽ നിന്നും പിറകോട്ടുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അത്രേ ഉള്ളൂ. അതായത് ഞാൻ ഈ യാത്രയിൽ മുമ്പോട്ട് കാലെടുത്ത് വെച്ചു, അങ്ങനാണെങ്കിൽ എനിക്കിനി യൂണിഫോം അണിഞ്ഞേ പറ്റത്തുള്ളൂ. ആ ഒരു സുന്ദര നിമിഷങ്ങള്, ആ പാസിംഗ് ഔട്ട്, ആ ഒരു ടൈം നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുക. നിങ്ങളുടെ വീട്ടിലെ അച്ഛനെയും അമ്മയും സഹോദരിയും സഹോദരന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ രംഗങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ പോലീസിലാണ് അല്ലെങ്കിൽ ഫയറിലാണ് എക്സൈസിലാണെന്നുള്ള നിങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാക്കി എടുക്കുവാനുള്ള വലിയൊരു അവസരമാണ് 2075 നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങണമെന്ന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഇത്തരത്തിലെ എല്ലാ സാധ്യതകളും തുടക്കക്കാരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ CC-യിൽ തുടങ്ങാൻ പോകുന്നത്. തുടക്കം മുതൽ ഈ റിസൾട്ടിലേക്ക് ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ തുടക്കം മുതൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇത്തരത്തിലെ അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എടുക്കുന്ന ഒരു ഉദ്യമം 2026 കൂടി സാധ്യമാക്കുവാൻ എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വലിയ സാധ്യതകൾ നിങ്ങൾ അത് കൃത്യമായിട്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോർട്ടിനകത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ താഴെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് തുടക്കം മുതൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠനം തുടങ്ങി ഒരുപാട് മുമ്പിലേക്ക് നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒരുപാട് മുമ്പിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മറ്റുള്ളവരോടൊന്നും പറയുകയൊന്നും വേണ്ട. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല തയ്യാറെടുക്കുന്നില്ല, ആ ഉദ്യമം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി. കാരണം അല്ല എങ്കിൽ നിങ്ങളോട് പറയും പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയും. അതേ അവർ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കേൾക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ വളരെ ലക്ഷ്യത്തോടുകൂടി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.